എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു രണ്ടക്ക സംഖ്യയുടെ അതായത് 2 ഡിജിറ്റ് നമ്പറിൻ്റെ വർഗം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചത് അല്ലേ? അതായത് അതിൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഒരു ദശാംശ സംഖ്യയുടെ അതായത് ഡെസിമൽ നമ്പറിൻ്റെ വർഗം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പം ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നമുക്കറിയാം ഇതൊരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ, ഒരു ചതുരമാണ്. ഈ ചതുരത്തിൻ്റെ ഏരിയ അതായത് പരപ്പളവ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഏരിയ എന്ന് പറയുന്നത് പരപ്പളവ് അല്ലേ. പരപ്പളവ് എങ്ങനെ കാണാം? നീളം ഇൻറ്റു വീതി അല്ലേ. ഇപ്പം ഇതിൻ്റെ നീളം ഒരു എ സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇത് എ സെൻറ്റിമീറ്റർ ആണ്, ഇത് ഒരു ബി സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ത് വരും? നീളം ഇൻറ്റു വീതി അല്ലേ, അതായത് എ ഇൻറ്റു ബി. ഇതാണ് ഇതിൻ്റെ പരപ്പളവ്. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഇതെന്താണ്? ഇതൊരു സ്ക്വയർ ആണ് അല്ലേ, അതായത് സമചതുരം. അപ്പോൾ സമചതുരം എന്ന് പറയുന്നത് എന്താണ്? 4 വശങ്ങളുടെ നീളങ്ങളും തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ അതായത് ഈ വശത്തിൻ്റെ നീളം എ സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? അതും എ സെൻറ്റിമീറ്റർ തന്നെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പരപ്പളവ് ഏരിയ നമുക്ക് എങ്ങനെ കിട്ടും? ഏരിയ = നീളം ഇൻറ്റു വീതി അല്ലേ. അപ്പോൾ നീളവും വീതിയും തുല്യമാണ്, ഇതൊരു സ്ക്വയർ ആണ്. അതുകൊണ്ട് നമുക്ക് എ ഇൻറ്റു എ എന്ന് എഴുതാം, അതായത് എ സ്ക്വയർ അല്ലേ. ഇനി നമുക്കിപ്പോൾ ഇതൊരു 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ എത്ര വരും? 5 ഇൻറ്റു 5 അല്ലേ. 5 ഇൻറ്റു 5 25 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഇതിൻ്റെ നീളം ഒരു 3.7 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. 3.7 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം. അപ്പോൾ ഇതിൻ്റെ നീളം എന്താ? വീതി എത്രയായിരിക്കും? 3.7 സെൻറ്റിമീറ്റർ അല്ലേ. ഇതാണ് ഇതിൻ്റെ നീളം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എത്ര വരും? ഏരിയ = അതായത് പരപ്പളവ് 3.7 ഇൻറ്റു 3.7 അല്ലേ, അതായത് 3.7ൻ്റെ സ്ക്വയർ. അപ്പോൾ ഈ സമചതുരത്തിൻ്റെ ഏരിയ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? 3.7ൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ നമുക്കൊരു ചതുരം വരച്ചിട്ട് ഇതിനെ ഒന്ന് ഗുണിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കിയാൽ 3.7. അപ്പോൾ നമ്മൾ 3.7നെ നമ്മളെങ്ങനെ എഴുതാറുണ്ട്? 3.7 അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നോക്കിയാൽ 3.7 ആണ് അല്ലേ. 3.7. അപ്പോൾ 3 + 0.7 അല്ലാതെ 30 + 0.7 എന്ന് എഴുതരുത്. ഇതെന്താണ്? 3.7 ആണ്. 3ഉം പിന്നെ 0.7 അല്ലേ. അപ്പോൾ നമ്മൾ 3 എഴുതി, 0.7 എഴുതി. അപ്പോൾ എപ്പോഴും നമ്മൾ പോയിന്റുമ്പോൾ തുടങ്ങുമ്പോൾ, ഒരു സംഖ്യ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ മുന്നിലായിട്ട് ഒരു 0 ചേർക്കും. ആ 0ക്ക് വാല്യൂ ഇല്ല, പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ അങ്ങനെയാണ് എഴുതുക. അതുകൊണ്ടാണ് നമ്മളിവിടെ പോയിന്റിന് മുമ്പ് ഒരു 0 ഇട്ടത്. ഇനി നമ്മൾ കള്ളി വരച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതണം അല്ലേ. ഒരു കള്ളി വരച്ചു, അതിനെ 4 ആക്കി, പിന്നെ എന്ത് ചെയ്തു? ഇവിടെ 3.7 ഇൻറ്റു 3.7 ആണ് അല്ലേ. അപ്പോൾ 3.7ന് എന്തെന്ന് എഴുതാം നമുക്കിവിടെ? 3ഉം 0.7. ഇവിടെയോ 3 0.7 അല്ലേ, 7. ഇനി എന്ത് ചെയ്യും? ഈ കള്ളിയിൽ ഇത് തമ്മിൽ ഗുണിച്ചിടും അല്ലേ, അതായത് 3 ഇൻറ്റു 3. അപ്പോൾ ഇവിടെ ഏതാ വരാം? 3 ഇൻറ്റു 3 ആണ് ഇവിടെ വരെ, ഈ കള്ളിയിൽ വരെ അല്ലേ, അതായത് 9 വരും. ഇനി ഇവിടെയോ 3 ഇൻറ്റു 0.7 അല്ലേ, 3 ഇൻറ്റു 0.7 ഈ കള്ളിയിൽ ഗുണിച്ചിടും. ഇനി ഇതിലെന്താ വരാം? 0.7 ഇൻറ്റു 3 അല്ലേ, അതായത് 3 ഇൻറ്റു 0.7 ഇത് ഗുണിച്ചിട്ട് ഇതിലിടും. ഇനി ഈ കള്ളിയിലോ 0.7 ഇൻറ്റു 0.7 അല്ലേ, അപ്പോൾ 0.7 ഇൻറ്റു 0.7 അല്ലേ. ഇങ്ങനെയല്ല നമ്മൾ ഗുണിച്ചിടാറ്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തപോലെ ഇങ്ങനെ മൂലോട് മൂല കൂട്ടാണെങ്കിൽ എന്ത് വരും? നമ്മൾ എങ്ങനെ കൂട്ടിയത്? ആദ്യം ഈ കള്ളിയിലത്തെ കൂട്ടി അല്ലേ, അതായത് 3 ഇൻറ്റു 3 അല്ലേ, അതായത് 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ പ്ലസ് ഇനി നമ്മളിത് മൂലോട് മൂല അല്ലേ, ഇത് രണ്ടും തമ്മിൽ കൂട്ടാൻ പോണ്. അപ്പോൾ ഇതെന്താണ്? 3 ഇൻറ്റു 0.7 അല്ലേ, പ്ലസ് ഇനി ഇത് 3 ഇൻറ്റു 0.7 അല്ലേ, അപ്പോൾ ഇത് 3ഉം കൂടി കൂട്ടി, പിന്നെ ഏതാ ബാക്കിയുള്ളത്? 0.7 ഇൻറ്റു 0.7 അല്ലേ, അപ്പോൾ 0.7 ഇൻറ്റു 0.7 അല്ലേ. അപ്പോൾ ആദ്യം ഇതും പിന്നെ നമ്മൾ ഇത് രണ്ടും കൂട്ടി, പിന്നെ ഇതും കൂട്ടി. ഇപ്പോൾ എല്ലാം നമ്മൾ കൂട്ടിയല്ലോ. ഓക്കെ, നമുക്ക് എന്ത് ഉത്തരം കിട്ടുമെന്ന് നോക്കിയാൽ 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9. ഇവിടെ നോക്കിയാൽ 3 ഇൻറ്റു 0.7 പ്ലസ് 3 ഇൻറ്റു 0.7
അപ്പോൾ 3 × 0.7 2 പ്രാവശ്യം കൂട്ടണം അല്ലേ. അപ്പോൾ 2 പ്രാവശ്യം 3 × 0.7 കൂട്ടുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ മതി, 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ 3 × 0.7 2 പ്രാവശ്യമുണ്ട്, അതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു, അതിനെ 2 കൊണ്ട് ഗുണിക്കുന്നു. ശരിയായില്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി പ്ലസ് 0.7 × 0.7 നമുക്ക് എന്തെന്ന് എഴുതാം, 0.7 അല്ലേ, ഇതിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. അതാണ് 0.7 × 0.7 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇനി നോക്കിയേ 9 പ്ലസ് ഇനി 3 × 0.7 × 2 അല്ലേ. അപ്പോൾ അത് നമുക്ക് 3 × 2 ഗുണിക്കുമ്പോൾ എത്ര കിട്ടും, 3 × 2 6 അല്ലേ. ഇനി 6നെ 0.7 കൊണ്ട് ഗുണിക്കണം. ആ പോയിന്റ് തൽക്കാലം നമ്മൾ മാറ്റി വെച്ചു. ഇനി 6 × 7 42 കിട്ടി അല്ലേ. ഇനി ഒരു സ്ഥാനം നീക്കിയിട്ടാണ് പോയിന്റ്, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്ഥാനം നീക്കി ഇവിടെ പോയിന്റ് ഇട്ടു. അപ്പോൾ നമുക്ക് 4.2 കിട്ടി. ഇനി പ്ലസ് ഈ 0.7ൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പോയിന്റിനെ നമ്മൾ തൽക്കാലം മാറ്റി വെക്കുക. 7ൻ്റെ സ്ക്വയർ എത്രയാണ്, 49 അല്ലേ. 7ൻ്റെ സ്ക്വയർ 49. ഇവിടെ നോക്കിയാൽ ഒരു സ്ഥാനം നീക്കിയിട്ടാണ് പോയിന്റ് ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ സ്ക്വയർ എഴുതുമ്പോൾ എത്ര വേണം, മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്ക്വയറിൽ എഴുതുമ്പോൾ ഒരു സ്ഥാനമാണെങ്കിൽ അതിൻ്റെ ഇരട്ടി വേണം അല്ലേ. അപ്പോൾ 2 സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് ഇട്ടു. അപ്പോൾ ഇവിടെ നമ്മളൊരു 0 വെറുതെ ചേർത്ത് കൊടുത്തു. അപ്പോൾ പിന്നെ അതെല്ലാം ഒന്ന് കൂട്ടി നോക്കിയേ. കൂട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പോയിന്റുകൾ കൂട്ടുമ്പോൾ ശ്രദ്ധിക്കണം. 9 പ്ലസ് 4.2 4 ഇവിടെ ഇട്ട് 4.2 കണ്ടാ. ആ പോയിന്റ് ഇപ്പുറത്താണ് ഇടേണ്ടത്. ഇനി 0.49. അപ്പോൾ പോയിന്റ് എപ്പോഴും അടിയിൽ ഒരേപോലെ വരണം. അപ്പോൾ ഇത് പോയിന്റ് കണ്ടാ, പോയിന്റിൻ്റെ അടിയിൽ പോയിന്റ് വരണം. അപ്പോൾ 0.49. അപ്പോൾ അത് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങോട്ട് ഇവിടെ നീക്കിക്കഴിഞ്ഞാൽ ഉത്തരം തെറ്റും നമ്മളത്. അപ്പോൾ 9 6.9 13. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടി, 13.69 കിട്ടി. ഇതേപോലെ നമ്മൾ ചെയ്തപ്പോൾ ഇനി നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത കാര്യങ്ങളും ഇതിലുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ. ഇപ്പോൾ നമുക്കിതെടുക്കാം. ഇതെടുത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം 2 ഡിജിറ്റ് നമ്പർ എങ്ങനെയാണ് നമ്മൾ ഗുണിച്ച് അതിൻ്റെ സ്ക്വയർ കണ്ടത്. ഇവിടെ നോക്കിയേ, ഇവിടെ നാം 3.7നെ അല്ലേ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ 3.7 എഴുതി. നാം കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെ ചെയ്തത്, ആദ്യം ഇതിൻ്റെ സ്ക്വയർ കണ്ടു അല്ലേ, 3ൻ്റെ സ്ക്വയർ. ഇവിടെ നോക്കിയേ 3ൻ്റെ സ്ക്വയർ 9. അപ്പോൾ ഇവിടെയും നമുക്ക് 9 തന്നെയാണ്, അത് 3 സ്ക്വയർ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇത് ഇൻറ്റു 2 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ 3 × 0.7 × 2. അപ്പോൾ അവിടെയും നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തു അതേ രൂപത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പ്ലസ് പിന്നെ എന്ത് ചെയ്തു, ഇതിൻ്റെ സ്ക്വയർ കണ്ടു അല്ലേ, ഇവിടെയും 0.7ൻ്റെ സ്ക്വയർ ആണല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത്. അതായത് നാം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യാം, ആദ്യത്തേതിൻ്റെ സ്ക്വയർ കാണുക, പ്ലസ് ഇത് ഇൻറ്റു 2 അല്ലേ. അപ്പോൾ അത് 3 × 0.7 × 2 പ്ലസ് പിന്നെ ഇതിൻ്റെ സ്ക്വയർ, അതായത് 0.7ൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് ഈ കള്ളി വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതേ രൂപത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അത് മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നോക്കിയാൽ ഒരു സംഖ്യ കൂടി ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് 5.8ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം, 5.8ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 5.8നെ എങ്ങനെയാക്കി നമുക്ക് ഇതിനെ മാറ്റി എഴുതണം അല്ലേ. അപ്പോൾ എന്താക്കാം, 5ഉം 0.8ഉം അല്ലേ. അപ്പോൾ 5ഉം പിന്നെ 0.8 ഇങ്ങനെ ആക്കി. ഇനി നമുക്ക് 5.8ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് വേണം, ആദ്യം ഇതിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ 5 സ്ക്വയർ പ്ലസ് ഇത് ഇൻറ്റു 2 അല്ലേ. അപ്പോൾ 5 × 0.8 × 2 പിന്നെയോ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ അല്ലേ, 0.8ൻ്റെ സ്ക്വയർ. മനസ്സിലായല്ലോ, 0.8ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇനി നോക്കിയേ, 5ൻ്റെ സ്ക്വയർ 25 പ്ലസ് 5 × 0.8 × 2 അല്ലേ. വേണമെങ്കിൽ ഇത് ബ്രാക്കറ്റ് ഇട്ട് ചെയ്യാൻ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 5 × 0.8 × 2. അപ്പോൾ നമ്മൾ 5 × 2 എത്രയാണ്, 10 അല്ലേ. അപ്പോൾ 10 × 0.8 10 × 0.8 എങ്ങനെ നമുക്ക് ഗുണിക്കുക, ഈ പോയിന്റ് അങ്ങോട്ട് നീക്കി അപ്പുറത്തേക്ക് വലത്തോട്ട് നീക്കിയിട്ടാൽ മതി അല്ലേ. അപ്പോൾ ഒരു 0 ആണുള്ളത് 10ന്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞാലും ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 0 നമ്മൾ അങ്ങോട്ട് ഒരു പോയിന്റ് നീക്കിയിട്ടു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 8 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ 8 പ്ലസ് 0.8ൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ പോയിന്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 8ൻ്റെ സ്ക്വയർ എത്രയാണ്, 8 × 8 64 അല്ലേ. ഇനി ഇവിടെ ഒരു സ്ഥാനം നീക്കിയാണ് പോയിന്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടു. അപ്പോൾ ഇവിടെ പോയിന്റ് വന്നു. അപ്പോൾ എന്ത് വന്നു, 25 + 8 + 0.64 എന്ന് വന്നു.
ഇനി ഒന്നെല്ലാം കൂടി കൂട്ടി നോക്കിയേ. അപ്പോഴും കൂട്ടുമ്പോൾ ശ്രദ്ധിച്ച് കൂട്ടാം. 25 പ്ലസ് 8 പ്ലസ് 0.64 0 പോയിന്റ്. അപ്പോൾ 0 ഇവിടെ എഴുതണം. 0.64. അപ്പോൾ 4 6 8 5 13 3 ബാക്കി 1 1 2 3. അപ്പം നമുക്ക് എത്ര കിട്ടി? 33.64. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണം കൂടി ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമുക്ക് 13.9 സ്ക്വയർ കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാം? നമ്മൾ ആദ്യം 13.9 അല്ലേ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 13 പിന്നെ 0.9 അല്ലേ. അപ്പോൾ അത് എഴുതി നമുക്ക് 13.9 സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം ഇതിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ 13 സ്ക്വയർ പ്ലസ് ഇത് ഇൻറ്റു 2. അപ്പോൾ 13 ഇൻറ്റു 0.9 ഇൻറ്റു 2 പ്ലസ് ഇത് ബ്രാക്കറ്റിലിട്ടോ, തെറ്റണ്ട. പിന്നെന്താണ്? ഇതിൻ്റെ സ്ക്വയർ അല്ലേ. 0.9 സ്ക്വയർ സീക്വൽ ടു ഇവിടെ നോക്കിയാൽ 13 സ്ക്വയർ. 13 സ്ക്വയർ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ഒരു ചുരുങ്ങിയത് 15 വരെയുള്ള സ്ക്വയറുകളും നമ്മൾ എപ്പോഴും ഓർമ്മയിലുണ്ടാവണം. അത് ഞാൻ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ എഴുതി തരാം. അത് എന്തായാലും പഠിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പോൾ നമുക്ക് 13 സ്ക്വയർ അറിയില്ല അല്ലേ. അപ്പോൾ നാം എന്ത് ചെയ്യേണ്ടി വരും? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിപ്പോൾ ചെയ്തല്ലോ. എങ്ങനെ കണ്ടുപിടിക്കുക? അതേ രൂപത്തിൽ 13ൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കുക. മനസ്സിലായില്ലേ? അതായത് നോക്കിയേ, 13 സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 13നെ നമുക്ക് 10 അല്ലേ. 10 നമ്മൾ സ്പ്ലിറ്റ് എഴുതി. ഇനി എന്ത് വേണം? അപ്പോൾ 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ സീക്വൽ ടു എന്ത് വരും? ഇതിൻ്റെ സ്ക്വയർ 10ൻ്റെ സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു 3 ഇൻറ്റു 2 അല്ലേ, പ്ലസ് ഏതിൻ്റെ സ്ക്വയർ? 3ൻ്റെ സ്ക്വയർ. ഇപ്പം നോക്കിയാൽ 10ൻ്റെ സ്ക്വയർ 100 പ്ലസ് 10 ഇൻറ്റു 3 ഇൻറ്റു 2 അല്ലേ. 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 10 60 പ്ലസ് 3ൻ്റെ സ്ക്വയർ 9. അപ്പോൾ എത്ര കിട്ടിയെന്ന് നോക്കിയാൽ 100 60 160 9 169 169 ആണ് 13ൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് 13ൻ്റെ സ്ക്വയർ എന്ത് കൊടുക്കാം? 169 പ്ലസ് ഇനി നോക്കിയാൽ 13 ഇൻറ്റു 0.9 ഇൻറ്റു 2 അല്ലേ. അപ്പോൾ നമുക്ക് പോയിന്റ് ഉള്ളത് അവിടെ തൽക്കാലം നിൽക്കട്ടെ. നമുക്ക് 13 ഇൻറ്റു 2 എത്രയാണ്? 13 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 26 അല്ലേ. അപ്പോൾ 26 നമുക്ക് 0.9 കൊണ്ട് ഗുണിക്കണം അല്ലേ. 26 ഇൻറ്റു 0.9. അപ്പോൾ എന്ത് വരും? 9 ഇൻറ്റു 6 9 6 54 4 ബാക്കി 5 9 ഇൻറ്റു 2 18 5 23. അപ്പോൾ 234. അപ്പോൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ്, ഒരു സ്ഥാനം നീക്കി പോയിന്റ് കിട്ടും. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 23.4. അപ്പോൾ ഇവിടെ 23.4 പ്ലസ് ഇനി 9.9ൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ 9ൻ്റെ പോയിന്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 9ൻ്റെ സ്ക്വയർ 9 81. ഇനി ഇവിടെ ഒരു സ്ഥാനം നീങ്ങിയാണ് പോയിന്റ്. അപ്പോൾ നമ്മൾ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടും അല്ലേ. അപ്പോൾ പോയിന്റ് ഇവിടെ വന്നു, ഒരു 0 നമ്മളോട് ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം കൂടി കൂട്ടി നോക്കിയേ. അപ്പോൾ കൂട്ടുമ്പോൾ ശ്രദ്ധിച്ച് കൂട്ടാം. 169 പ്ലസ് നോക്കിയാൽ 23.4 അല്ലേ. അപ്പോൾ 23 കണ്ട 0.4 ഇപ്പുറത്ത് വന്നു 0.4. ഇനി 0.081. അപ്പോൾ 0 പോയിന്റ് കണ്ട പോയിന്റ് അടിയിൽ വരണം 0.81. ഇതേ രൂപത്തിൽ തന്നെ എഴുതണം. അപ്പോൾ 1 8 4 12 2 ബാക്കി 1 1 3 4 9 13 3 ബാക്കി 1 1 2 3 6 9 1. നമുക്ക് എത്ര കിട്ടി? 193.21 13.9ൻ്റെ സ്ക്വയർ. അപ്പോൾ നന്നായിട്ട് മനസ്സിലായില്ലേ? ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 13 കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങൾ അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് പേജ് നമ്പർ 13 ആദ്യത്തെ ചോദ്യം. 2.3ൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ 2.3നെ എന്ത് ചെയ്യാം? നമ്മൾ 2.3നെ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് 2 പ്ലസ് 0.3 ആണ് അല്ലേ. അപ്പോൾ 0.3. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പോയിന്റ് ആണെങ്കിൽ അതിന് മുമ്പ് ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ 2ഉം 0.3 അല്ലേ. ഇനി നമുക്ക് 2.3ൻ്റെ സ്ക്വയർ എങ്ങനെ കാണാം? 2.3 സ്ക്വയർ സീക്വൽ ടു ആദ്യം ഇതിൻ്റെ സ്ക്വയർ കാണണം, ഇതിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് ഇനി എന്ത് വേണം? ഇത് ഇൻറ്റു 2 അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 0.3 ഇൻറ്റു 2. അപ്പോൾ അത് നമ്മൾ ബ്രാക്കറ്റ് ഇടാം, അല്ലെങ്കിൽ തെറ്റും പിന്നെ ചെയ്യുമ്പോൾ. പ്ലസ് ഇനി ഇതിൻ്റെ സ്ക്വയർ കാണണം, ഇതിൻ്റെ സ്ക്വയർ അല്ലേ.
0.3യുടെ സ്ക്വയർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ രൂപം, വേറെ ഒരു മാറ്റവും ഇല്ല. ആദ്യം ഇതിൻ്റെ സ്ക്വയർ, പിന്നെ പ്ലസ് ഇതേ ഇൻറ്റു 2 പ്ലസ് ഇതിൻ്റെ സ്ക്വയർ. മനസ്സിലായല്ലോ? ഇനി നമ്മൾ 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 2 ഇൻറ്റു 0.3 ഇൻറ്റു 2. അപ്പോൾ നമ്മൾ പോയിന്റ് ഇല്ലാത്തതിന് ആദ്യം പിടിക്കുക. അപ്പോൾ 2 ഇൻറ്റു 2 4. ഇനി 4 ഇൻറ്റു 0.3 അല്ലേ? അപ്പോൾ 4 ഇൻറ്റു 3 എത്രയാണ്? പോയിന്റ് മാറ്റാം. 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 12 അല്ലേ? ഇനി ഇവിടെ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടു. അപ്പോൾ 1.2 എന്ന് കിട്ടി. പ്ലസ് 0.3യുടെ സ്ക്വയർ അല്ലേ? 0.3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോയിന്റ് തൽക്കാലം നമ്മൾ മാറ്റി വെക്കുക. അപ്പോൾ ബാക്കി എന്താ? 3. അപ്പോൾ 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9 ആണ് അല്ലേ? ഇനി ഇവിടെ ഒരു സ്ഥാനം നീങ്ങിയാണ് പോയിന്റ്. അപ്പോൾ നമ്മൾ സ്ക്വയർ കാണുമ്പോൾ എത്ര സ്ഥാനം നീക്കിയിരണം? 2 സ്ഥാനം അല്ലേ? ഇതിൻ്റെ ഇരട്ടി സ്ഥാനം നീക്കിയിരണം. അപ്പോൾ നമുക്ക് 2 സ്ഥാനം നീക്കിയാണ് പോയിന്റ് വേണ്ടത്. അപ്പോൾ 1. അപ്പോൾ നമ്മൾ ഒരു 0 കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ പോയിന്റ് ഇട്ടു. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ ഇവിടെ വേറെ ഒരു 0 നമ്മൾ ചേർത്തു. അപ്പോൾ എത്ര വന്നു നമുക്ക്? 4 പ്ലസ്, അപ്പോൾ തെറ്റാണ്ട് കൂട്ടി നോക്കാം. 4 പ്ലസ് 1.2 പ്ലസ് നോക്കിയാൽ ഇനി നോക്കിയാൽ 0.09 അല്ലേ? അപ്പോൾ പോയിന്റിൻ്റെ അടി പോയിന്റ് വരണം. അപ്പോൾ 0.09 ഇങ്ങനെ തന്നെ എഴുതണം. പോയിന്റ് തെറ്റരുത്. പോയിന്റിൻ്റെ അടിയിൽ തന്നെ പോയിന്റ് വരണം. കണ്ടില്ലേ? അപ്പോൾ 9 2 0.4 1 5. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 5.29. മനസ്സിലായല്ലോ? ഇനി നമുക്ക് രണ്ടാമത് എന്താണ് ചോദിച്ചിട്ടുള്ളത് നോക്കിയാൽ. രണ്ടാമത് 8.7ൻ്റെ സ്ക്വയർ കാണണം. 8.7ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 8.7നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന് നമ്മൾ 8ഉം 0.7 അല്ലേ? അപ്പോൾ 0.7 എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 8.7ൻ്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്ക്വയർ 8 സ്ക്വയർ പ്ലസ് 8 ഇൻറ്റു 0.7 ഇൻറ്റു 2. അപ്പോൾ 8 ഇൻറ്റു 0.7 ഇൻറ്റു 2 പ്ലസ് ഇനി ഇതിൻ്റെ സ്ക്വയർ 0.7ൻ്റെ സ്ക്വയർ 0.7ൻ്റെ സ്ക്വയർ അല്ലേ? ഇനി നോക്കിയാൽ 8ൻ്റെ സ്ക്വയർ 8 ഇൻറ്റു 8 8 64 പ്ലസ് 8 ഇൻറ്റു 0.7 ഇൻറ്റു 2 അല്ലേ? അപ്പോൾ പോയിന്റുള്ളിൽ നമ്മൾ മാറ്റി വെച്ചു തൽക്കാലം. 8 ഇൻറ്റു 2 എത്രയാണ്? 16. അപ്പോൾ 16 ഇൻറ്റു 0.7 അല്ലേ? അപ്പോൾ 16 ഇൻറ്റു 0.7 അപ്പോൾ എത്ര വരും? 6 ഇൻറ്റു 7 42. 42 2 ബാക്കി 4. 1 ഇൻറ്റു 7 7 4 11. അപ്പോൾ നമുക്ക് 111 കിട്ടി. ഇവിടെ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടു. അപ്പോൾ 11.2. ഇത് ചെയ്തപ്പോൾ 11.2 പ്ലസ് 7ൻ്റെ സ്ക്വയർ 0.7ൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ നമ്മൾ പോയിന്റ് മാറ്റി വെച്ചു. 7ൻ്റെ സ്ക്വയർ കണ്ടു. 7 ഇൻറ്റു 7 49. ഇനി എത്ര പോയിന്റ് നീക്കിയിരുന്നു? ഇവിടെ ഒരു സ്ഥാനമാണ് ഇപ്പോൾ നീക്കിയിട്ടുള്ളത്. അപ്പോൾ സ്ക്വയർ ആകുമ്പോൾ 2 സ്ഥാനം നീക്കി പോയിന്റ് ആണ്. അപ്പോൾ 1 2. അപ്പോൾ ഇവിടെ പോയിന്റ് വന്നു. നമ്മൾ 0 ഇവിടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ഇതെല്ലാം കൂടി കൂട്ടാം അല്ലേ? അപ്പോൾ കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക. 64 പ്ലസ് 11.2 11.2 പ്ലസ് 0.49. അപ്പോൾ ഇവിടെ 0.49. അപ്പോൾ എത്ര വരും? 9 4 2 6 4 1 5 6 1 7. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 75.69. ഇനി നോക്കിയാൽ അതിൻ്റെ മൂന്നാമത്തേതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തേത്. 10.1ൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണം. വളരെ എളുപ്പമല്ലേ? ആദ്യം എന്ത് ചെയ്യുക? 10.1 അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 10ഉം പിന്നെ 0.1 അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാമല്ലോ. 10.1ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് വേണം? നമ്മൾ ആദ്യം 10ൻ്റെ സ്ക്വയർ. അപ്പോൾ 10 സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു 0.1 ഇൻറ്റു 2 അല്ലേ? 10 ഇൻറ്റു 0.1 ഇൻറ്റു 2. ഇനി പ്ലസ് എന്ത് കൂട്ടണം? ഇതിൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ 0.1ൻ്റെ സ്ക്വയർ സീക്വൽ ടു 10ൻ്റെ സ്ക്വയർ നമുക്കറിയാം 100 അല്ലേ? 10 ഇൻറ്റു 10 100 പ്ലസ് 10 ഇൻറ്റു 0.1 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഗുണിക്കാം. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ഗുണിച്ചോ. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ 10 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 20 ആണ് അല്ലേ? 10 ഇൻറ്റു 2 20. ഇനി 20 ഇൻറ്റു 0.1 അല്ലേ? 20 ഇൻറ്റു 0.1 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ? 20 ഇൻറ്റു 1 എത്രയാണ്? 20 തന്നെ. ഇനി 0.1 അല്ലേ? അപ്പോൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയും ഒരു സ്ഥാനം നീക്കി പോയിന്റ് വരണം. അപ്പോൾ എത്ര വന്നു? 2 എന്ന് കിട്ടി നമുക്ക് അല്ലേ? 2.0 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 2 പ്ലസ് 0.1ൻ്റെ സ്ക്വയർ. 1ൻ്റെ സ്ക്വയർ എത്രയാണ്?
ഒന്ന് തന്നെ. ഇവിടെ ശ്രദ്ധിക്കുക, 1ൻ്റെ സ്ക്വയർ 1 തന്നെ. പക്ഷേ ഇവിടെ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ സ്ക്വയർ ആകുമ്പോൾ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം അല്ലേ. അപ്പോൾ ഒരു 0 ചേർത്തു, ഇവിടെ പോയിന്റ് ഇട്ടു, ഒരു 0 ഇപ്പുറത്ത് ഇട്ട് കൊടുത്തു. 100 പ്ലസ് 2 പ്ലസ് 0.01 അല്ലേ. അപ്പോൾ 0.01 മനസ്സിലായില്ലേ. അപ്പോൾ 1 0 2 0 1. അപ്പോൾ 102.01 102.01. ഇനി നാലാമത്തെ എന്താണെന്ന് നോക്കിയേ. നാലാമത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 12.5ൻ്റെ സ്ക്വയർ. 12.5ൻ്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? 12.5നെ എങ്ങനെ എഴുതാം നമുക്ക്? 12ഉം പിന്നെ 0.5 അല്ലേ. അതാണ് 12.5. ഇനി 12.5ൻ്റെ ഇപ്പോൾ സ്ക്വയർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 12.5ൻ്റെ സ്ക്വയർ ആണെങ്കിൽ ആദ്യം 12ൻ്റെ സ്ക്വയർ, 12ൻ്റെ സ്ക്വയർ പ്ലസ് 12 × 0.5 × 2, 12 × 0.5 × 2 അല്ലേ. ഇപ്പം നമുക്കിനി വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റും അല്ലേ. 2 പ്ലസ് ഇനി ഏത് കൂട്ടണം? ഇതിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ 0.5ൻ്റെ സ്ക്വയർ സീക്വൽ ടു ഇവിടെ നോക്കിയാൽ 12ൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ 12ൻ്റെ സ്ക്വയർ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 15 വരെയുള്ള സ്ക്വയറെങ്കിലും നമ്മൾ ഓർമ്മയിൽ വെക്കണം. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതി തരാം. അപ്പോൾ 12ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്കറിയില്ലെങ്കിൽ ഇതേ രൂപത്തിൽ 12ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാൽ 12ൻ്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. 12 സ്ക്വയർ 12 നമുക്ക് എങ്ങനെ എഴുതാം? 12 നമുക്ക് 12നെ 10 + 2 ആണ് 12 അല്ലേ. അപ്പോൾ 10 2 എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി നമുക്ക് 12ൻ്റെ സ്ക്വയർ എങ്ങനെ കാണാൻ നോക്കിയാൽ 12ൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ 10 സ്ക്വയർ പ്ലസ് 10 × 2 × 2 10 × 2 × 2 പ്ലസ് 2ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 10ൻ്റെ സ്ക്വയർ 100 പ്ലസ് 10 × 2 20 20 × 2 40 പ്ലസ് 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ എത്ര കിട്ടി? 100ഉം 4ഉം 40ഉം 140ഉം 4 144. അപ്പോൾ ഇതാണ് 12ൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ 12ൻ്റെ സ്ക്വയർ വരെ 144 എഴുതി. പ്ലസ് ഇനി നോക്കിയാൽ 12 × 0.5 × 2 അല്ലേ. അപ്പോൾ പോയിൻ്റ് തൽക്കാലം അവിടെ നിൽക്കട്ടെ. 12 × 2 എത്രയാണ്? 12ഉം 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 24 കിട്ടി. നമുക്ക് 24 കിട്ടും അല്ലേ. അപ്പോൾ 24നെ നാം 0.5 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കാം. അപ്പോൾ 0.5 കൊണ്ട് ഗുണിച്ച് നോക്കും 24നെ. അപ്പോൾ എന്ത് വരുന്നു? 5 × 4 20, ബാക്കി 2, 2 10 2 12. നമുക്ക് 120 കിട്ടി അല്ലേ. 120 കിട്ടി. ഇവിടെ ഒരു സ്ഥാനം നീക്കി നമ്മുടെ പോയിന്റ് ഇടണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു സ്ഥാനം നീക്കി നമ്മുടെ പോയിന്റ് ഇട്ടു. അപ്പോൾ എത്ര വന്നു? 12 കിട്ടി അല്ലേ. അപ്പോൾ പ്ലസ് 12 ഇതിനാണ് നമുക്ക് 12 കിട്ടിയത്. പ്ലസ് ഇനി 0.5ൻ്റെ സ്ക്വയർ 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25. അപ്പോൾ ഇവിടെ 0.5 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ മുമ്പ് ചെയ്ത പോലെ തന്നെ ഒരു സ്ഥാനം, അപ്പോൾ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടു. ഇവിടെ പോയിന്റ് ഇട്ടു, 0 ഒന്ന് ചേർത്ത് കൊടുത്തു. ഇന്നെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കിയാൽ എത്ര കിട്ടുമെന്ന് നോക്കിയാൽ 144 പ്ലസ് 12 പ്ലസ് 0.25 അല്ലേ. അപ്പോൾ 5 2 4 2 6 4 1 5 1. അപ്പോൾ എത്ര കിട്ടി? 156.25 അല്ലേ. 156.25. അപ്പോൾ ഇവിടുത്തെ സ്ക്വയർ നമുക്ക് കാണാൻ അറിയില്ല. നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ കണ്ടുപിടിക്കുക. ഇതേ രൂപത്തിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന് പകരം ഇത് എഴുതിയാൽ മതി. മനസ്സിലായില്ലേ? ഇനി നമുക്കതിലെ 5ാമത്തെ ചോദ്യം, അതാണ് ലാസ്റ്റത്തെ ചോദ്യം. അതൊന്ന് ചെയ്തു നോക്കാം. ഇതാണിപ്പോൾ 15.7 അതിൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. ഇനി നമുക്ക് എളുപ്പം ചെയ്യാലോ. 15.7നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒന്ന് 15, അടുത്തത് 0.7 അല്ലേ. അപ്പോൾ ഇങ്ങനെ ആക്കി എഴുതി. ഇനി നമുക്ക് 15.7ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം 15ൻ്റെ സ്ക്വയർ, അപ്പോൾ 15 സ്ക്വയർ പ്ലസ് 15 × 0.7 × 2 അല്ലേ. അപ്പോൾ ഇതൊക്കെ നല്ല സ്പീഡ് ആയിപ്പോൾ എല്ലാവർക്കും അല്ലേ. പ്ലസ് എന്തിൻ്റെ സ്ക്വയർ? 0.7ൻ്റെ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ എന്താണ് പ്രശ്നം? 15ൻ്റെ സ്ക്വയർ അറിയില്ല അല്ലേ. അറിയില്ലെങ്കിൽ നാം എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. 15 സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. 15 സ്ക്വയർ നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് 15നെ എങ്ങനെ എഴുതാം? 10ഉം 5ഉം 15 അല്ലേ. 10ഉം 5ഉം. അപ്പോൾ നമുക്ക് 15ൻ്റെ സ്ക്വയർ എങ്ങനെ എഴുതാം? കണ്ടുപിടിക്കാം. ആദ്യത്തിൻ്റെ സ്ക്വയർ 10 സ്ക്വയർ പ്ലസ് 10 × 5 × 2 അല്ലേ. പ്ലസ് എന്തിൻ്റെ സ്ക്വയർ? 5ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 10ൻ്റെ സ്ക്വയർ 100 പ്ലസ് 10 × 5 50, 50 × 2
100 പ്ലസ് 5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ എത്ര വരും? 100 100 200 225. അപ്പോൾ 15ൻ്റെ സ്ക്വയർ നമുക്ക് കിട്ടി 225. അപ്പോൾ ഇവിടെ 15ൻ്റെ സ്ക്വയർ നമുക്ക് എന്ത് എഴുതാം? 225 പ്ലസ് ഇനി 15 × 0.7 × 2 അല്ലേ? 15 × 2 എത്രയാണ്? 15ൻ്റെ × 2 എന്ന് പറഞ്ഞാൽ 30 അല്ലേ? 30നെ 0.7 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 30നെ നമ്മൾ 0.7 കൊണ്ട് ഗുണിക്കുന്നു അല്ലേ? അപ്പോൾ 7 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എന്ത് വരും? 7 21. അപ്പോൾ നമുക്ക് 210 കിട്ടിയല്ലേ? 210 കിട്ടി. ഒരു പോയിൻറ്റെങ്കിലും ഒരു സ്ഥാനം നീക്കി പോയിൻ്റ് വരണം. അപ്പോൾ ഇവിടെ പോയിൻ്റ് വന്നു. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 21. അപ്പോൾ 21 പ്ലസ് 0.7ൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ 7ൻ്റെ സ്ക്വയർ എത്രയാണ്? 7ൻ്റെ സ്ക്വയർ 49. 0.7 ആകുമ്പോൾ ഒരു പോയിൻറ്റിന് 2 പോയിൻറ്റ് നീക്കിയിടാം അല്ലേ? അപ്പോൾ 1 2. ഇപ്പോൾ ഇവിടെ പോയിൻ്റ് ഇട്ടു, ഇവിടെ 0 ചേർത്ത് കൊടുത്തു. ഇനി എന്താ ഉത്തരം? നമുക്ക് ഇതെല്ലാം കൂടി ഇങ്ങോട്ട് കൂട്ടിക്കോ. 225 പ്ലസ് 21 പ്ലസ് 0.49. അപ്പോൾ 9 4 പോയിൻ്റ് ഇട്ടു, 5ഉം 1ഉം 6, 2ഉം 2ഉം 4 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 246.49 എന്ന് കിട്ടി. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. വളരെ സിമ്പിളായ ചാപ്റ്ററിന് നമ്മൾ നോക്കിയാൽ വെറും 2 പാർട്ടിൽ നമ്മൾ ഈ വെറും ഒരു 40 അല്ലേ 40 മിനിറ്റുള്ളൂ. അപ്പോൾ ഈ 40 മിനിറ്റ് കൊണ്ട് ഈ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്കും വാങ്ങാൻ പറ്റും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. ആദ്യത്തെ ചാപ്റ്റർ തന്നെ നമ്മൾ ഉഷാറായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ ഉഷാറായിട്ട് തന്നെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗങ്ങൾ സ്ക്വയറുകളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയെങ്കിലും നമ്മളൊന്ന് മനസ്സിൽ എപ്പോഴും ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.